ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നെഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്രീമി ലസ്സിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ചൂടുകാലത്ത് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ്. ഇതിൽ നോ പ്രിസർവേറ്റീവ്സ് ആഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. അപ്പം ഞാനിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കുറക്കാട്ടോ. പിന്നെ കുറച്ച് ഐസ് ക്യൂബും വേണം. 1 ബോർഡ് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് പാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഈ ഐസ് ക്യൂബൊക്കെ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ലസ്സി നല്ല ക്രീമി പരുവത്തിലായി കിട്ടാനാണ് ഐസ് ക്യൂബും പാലും എല്ലാം ചേർക്കുന്നത്. ഇനി നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടത് നല്ല ഫോമായി വന്നിട്ടുണ്ട്, നല്ല ക്രീമി പരുവത്തിൽ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവർ കിട്ടും ഏലക്കാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ചേർത്താലും മതി. ഇതിപ്പോൾ ഞാൻ നല്ലവണ്ണം അവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പം നല്ല ടേസ്റ്റി ആയ ലസ്സിയാണ് കേട്ടോ. അത് ലസ്സി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്കിനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ചോപ്പ് ചെയ്തിട്ടുള്ള ബദാമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഈ ബദാം ഇങ്ങനെ കടിക്കാൻ കിട്ടും നമുക്ക്. അപ്പം നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ബദാം തന്നെ വേണമെന്നില്ല കേട്ടോ, അണ്ടിപ്പരിപ്പോണ്ട് ഗാർണിഷ് ചെയ്താലും മതി. അപ്പം നമ്മുടെ അടിപൊളി ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ക്രീമി ലസ്സി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ സ്വീറ്റ് ലസ്സിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്